വിഷുക്കാലമായതോടെ കൃഷ്ണഭഗവാന്റെ ശില്പങ്ങൾ നമ്മളുടെ നാട്ടിൽ സുലഭമാണ്. അങ്ങനെ നമ്മളുടെ കട്ടപ്പനയിലും രാജസ്ഥാൻ സ്വദേശിയായ രമേശ് ഭായി കൃഷ്ണഭഗവാന്മാരുമായി വിൽപ്പനയ്ക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ ചോദിക്കാം. रमेश, आप कहाँ से आता है इधर? राजस्थान। ये कृष्ण भगवान सब राजस्थान में बनाया है क्या? राजस्थान में बनाने के बाद इधर सेल करने का आया था। आप अकेला आए थे क्या? हाँ जी। ओके, ये घर पे बनाते हैं और फैक्ट्री में? नहीं, घर पे। अच्छा, कितना साल में ये काम करना है? हमारा बचपन से ही काम। बचपन से? अच्छा, मूर्ति बनाना और सेल करना। सब मूर्ति बनाता है? अच्छा, हमारा समाज ऐसा है, मूर्ति बनाने का काम है। वो मूर्ति बनाना है आपका काम? हर मूर्ति, गणपति, दुर्गा माँ, कृष्ण, महादेव और अनेक प्रकार की मूर्ति बनाते हैं। अच्छा, अभी इधर आने के बाद सेल कैसा करते हैं? सेल तो देखो यहाँ पे थोड़ा डाउन है सेल थोड़ा। अच्छा, डाउन है। और 2-3 और विषु का सेल कम है क्या? അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അവര് രാജസ്ഥാനിൽ നിന്നാണ് വരുന്നത്. അവര് രാജസ്ഥാനിൽ തന്നെ ഉണ്ടാക്കിയതിന് ശേഷം ഇവിടെ വന്ന് അത് വെറും വെള്ള ശില്പമായിരിക്കും. ഇവിടെ വന്നതിന് ശേഷമാണ് അതിന് വേണ്ട ഭാഗങ്ങളിലുള്ള ഇതുപോലുള്ള മനോഹരമായ കളറുകളൊക്കെ നൽകി വിൽപ്പന നടത്തുന്നത്. അവരുടെ കുട്ടിക്കാലം മുതൽ അവർ ചെയ്തു വരുന്ന ജോലിയാണിത്. ഗണപതി ഭഗവാന്റെയും ദുർഗാദേവിയുടെയും ശിവഭഗവാന്റെയൊക്കെ ശില്പങ്ങൾ ഉണ്ടാക്കി വിൽപ്പന നടത്തുന്നതാണ് ഇവരുടെ ജോലി എന്ന് നമ്മളോട് ഭായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ വിൽപ്പന കുറവാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല എന്നും ഭായി പറയുന്നു. എന്നാലും നിരവധി ആളുകൾ ഇവിടെ വാങ്ങാനായിട്ട് വരുന്നുണ്ട്. വണ്ടിക്കൊക്കെ ആയിട്ട് വന്ന് വാങ്ങുന്നുണ്ട്. നമ്മൾ ചെല്ലുമ്പോഴും അവിടെ 1-2 പേര് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അതിനുശേഷവും 2 ആൾക്കാർ വന്ന് വാങ്ങുന്നുണ്ടായിരുന്നു. ഇത്രയും മനോഹരമായ ശില്പങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആർക്കാണ് വാങ്ങാനായിട്ട് ബുദ്ധി തോന്നാത്തത്? അത്ര മനോഹരമായ ശില്പങ്ങളാണ്. ഒരുപാട് വലിയ വിലകളൊന്നും ഇല്ലാതെ തന്നെയാണ് അവിടുന്ന് വാങ്ങാനായിട്ട് കഴിയുന്നതെന്ന് അവിടെ നിന്നപ്പോൾ തന്നെ മനസ്സിലായി. എത്ര മനോഹരമായിട്ടാണല്ലേ ഈ ശില്പങ്ങളൊക്കെ ഇരിക്കുന്നത്. ഇത്രയും അകലെ നിന്ന് അവർ വന്ന് ഇത്ര മനോഹരമായ രീതിയിലൊക്കെ ഉണ്ടാക്കി ഇതുപോലുള്ള നമുക്കൊരു ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾ തന്നെയാണ് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷുക്കാലത്ത് നമ്മളുടെ എല്ലാം വീട്ടിൽ ഒരു കൃഷ്ണ ഭഗവാന്റെ ശില്പം നമ്മൾ വെക്കാറുണ്ട്. അത് നല്ല മനോഹരമായ ഒരു ശില്പം, ഇതുപോലുള്ള ശില്പങ്ങൾ വാങ്ങി വെക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിഷുദിന ആശംസകൾ. നല്ല രീതിയിൽ എല്ലാവരും ആഘോഷിക്കാനായിട്ട് ഇതുപോലുള്ള ശില്പങ്ങളൊക്കെ എല്ലാവരുടെയും വീടുകളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു.